1 മണി മുതൽ ഈ സമയം വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രിസൈഡിംഗ് ഓഫീസറാണ് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സ്റ്റിച്ച് ഇട്ട കൈ മാറ്റണമെന്നാണ്, ആ കൈ അഴിച്ചു കാണിക്കണമെന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും അനുവദിക്കില്ല. ടെൻഡർ ഓട്ടെങ്കിൽ ടെൻഡർ ഓട്ട് അത് ചെയ്യിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും അല്പസമയം മുൻപ് ഇവിടെ എത്തിയ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദൃശ്യങ്ങൾ പുറത്തുനിന്ന് പകർത്താൻ കൃത്യമായ രീതിയിലുള്ള അനുമതിയുണ്ട്. ഈ അക്ഷയക്ക് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പകർത്തുന്നത്. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പാസുമായി തൊട്ട് പുറകിൽ ഈ പ്രദേശത്ത് മാത്രമാണ് നിന്നിരുന്നത്. ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ മാറണമെന്ന ഒരു നിലപാടാണ് പ്രിസൈഡിംഗ് ഓഫീസർ പ്രതികരിക്കുന്നത്. ഈ പ്രശ്നത്തെ കൊണ്ടുവന്നെത്തിച്ച ഈ പ്രിസൈഡിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തേ പറ്റൂ. അക്ഷയ വോട്ട് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് വോട്ട് ചെയ്ത് പുറത്തു വരുന്ന അക്ഷയാണ് കാണുന്നത്. നമുക്ക് കൃത്യമായി നമുക്കൊന്ന് അകലം പാലിച്ച് നിൽക്കാം. വോട്ട് കൈവക്ക് അക്ഷയ. അക്ഷയ എന്ന യുവതി കുറുക്കഞ്ചേരിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കുറുക്കഞ്ചേരിയിലെ ബോധാനന്ദ സ്കൂളിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രശ്നമായിരുന്നു. ഈ അക്ഷയ അല്പനിമിഷങ്ങൾക്കകം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി അവരുടെ അനുഭവം പങ്കുവയ്ക്കും. കുറേ അധികം ടെൻഷൻ ഈ പോളിംഗ് ബൂത്തിൽ നിലനിന്നാണ് വിവരം. പ്രിസൈഡിംഗ് ഓഫീസറിന്റെ കർക്കശമായ തീരുമാനത്തിൽ തട്ടി ഈ കുട്ടി വോട്ട് ചെയ്യാൻ കഴിയാതെ ഉള്ള അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ടായ യുവതി വോട്ട് ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞു.